നാല് കാര്യം ഒരാൾക്കുണ്ടായാൽ അവന്റെ ജീവിതം വിജയിച്ചു. നാല് കാര്യങ്ങൾ ഒരാൾക്കുണ്ടായാൽ അവന്റെ ജീവിതം വിജയിച്ചു എന്ന് സയ്യിദുൽ വജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ഏതാണ് ആ നാല് കാര്യങ്ങൾ? അർബഉൻ മിൻ സആദ, അർബഉൻ മിൻ സആദ. നാല് കാര്യങ്ങൾ വിജയത്തിന്റെ ലക്ഷണങ്ങളാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. നാല് കാര്യങ്ങൾ വിജയിച്ചതിന്റെ അടയാളമാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, അൽ മർഅതു സ്വാലിഹ, സജ്ജനവതിയായ ഭാര്യയെയാണോ നിനക്ക് കിട്ടിയിരിക്കുന്നത്, നീ വിജയിച്ചവനാണ്. വൽ മസ്കനുൽ വാസിഅ, സന്തോഷകരമായി ജീവിക്കാൻ പറ്റുന്ന നിന്റെ കുടുംബത്തിന്റെ സെറ്റപ്പ് അനുസരിച്ച് അതേ നല്ലൊരു വീട് നിനക്കുണ്ടോ, വിജയത്തിന്റെ ലക്ഷണമാണ്. വൽ ജാരി സ്വാലിഹ, നല്ല അയൽവാസിയാണോ നിനക്കുള്ളത്, നീ വിജയിച്ചതിന്റെ ലക്ഷണമാണ്. വൽ മർകബുൽ ഹനീ, അതേ നിന്റെ യാത്രക്ക് അനുയോജ്യമായ ഒരു വാഹനം നിനക്കുണ്ടോ, ഈ നാല് കാര്യങ്ങളും ഒരാളിൽ സമ്മേളിച്ചാൽ അവൻ വിജയിച്ചു എന്ന് സയ്യിദുൽ വജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇന്ന് കൂടുതൽ ദാമ്പത്യവും വലിയ പിണക്കത്തിലേക്കും പൊട്ടിത്തെറിയിലേക്കും പോകുന്നതിന്റെ മറ്റൊരു കാരണം ധനത്തോടുള്ള ഭ്രമമാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ആദ്യം പറഞ്ഞത് നീ വിവാഹം കഴിക്കുന്നത് ധനത്തിന് വേണ്ടിയാണ്. ലോകത്തിന്റെ നേതാവിന്റെ വിവാഹത്തിലേക്ക് നമുക്കൊന്ന് കണ്ണോടിച്ചു നോക്കാം. ലോകത്തിന്റെ നേതാവാണ് ആദ്യമായി അതേ സ്ത്രീധനം വാങ്ങേണ്ടിയിരുന്നത്. സ്ത്രീധനം വാങ്ങൽ അത് അനുവദനീയമായിരുന്നുവെങ്കിൽ, സ്ത്രീധനം വാങ്ങൽ അനുവദനീയമായിരുന്നുവെങ്കിൽ ആദ്യം വാങ്ങിയിട്ട് മാതൃക കാണിക്കേണ്ടത് സയ്യിദുൽ വജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളായിരുന്നു. അല്ലാഹുവിന്റെ റസൂൽ 12 വിവാഹങ്ങൾ കഴിച്ചിട്ട് ഇന്നേ വരെ ഒരു സ്ത്രീധനം വാങ്ങിയതായിട്ട്, അതിന്റെ പേരിൽ ഒരു രൂപയെങ്ങാനും വാങ്ങിയതായിട്ട്, സ്ത്രീധനത്തിന്റെ പേര് പറഞ്ഞിട്ട് ഭാര്യന്മാരെ വിഷമിപ്പിച്ചതായിട്ട് എവിടെയും കാണൂല, കാണാൻ കഴിയൂല. കാരണം ലഖദ് കാന ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, അല്ലാഹുവിന്റെ റസൂൽ മാതൃകാ പുരുഷനാണ്. മാതൃകാ പുരുഷനാണെന്ന് പറയുമ്പോ നിസ്കാരത്തിൽ മാത്രമല്ല, ഹജ്ജിൽ മാത്രമല്ല, നോമ്പിൽ മാത്രമല്ല, സകാത്തിൽ മാത്രമല്ല, മറ്റൊരാളുമായിട്ട് ഇടപഴകുമ്പോ മാത്രമല്ല, സ്വകാര്യ ജീവിതത്തിൽ മാത്രമല്ല, ദാമ്പത്യ ജീവിതത്തിൽ ഉൾപ്പെടെ മനുഷ്യന്റെ എല്ലാ മേഖലകളിലും അല്ലാഹുവിന്റെ റസൂൽ മാതൃകയാണ്. ആ അല്ലാഹുവിന്റെ റസൂലിന്റെ വൈവാഹികത്തിലേക്ക് ആദ്യം കടന്നു വന്നത് ബീവി ഖദീജ, ബീവി ഖദീജ റളിയല്ലാഹു അൻഹാ. ബീവി ഖദീജ ആരാന്നറിയോ? അതേ ബീവി ഖദീജയിൽ നിന്ന് സ്ത്രീധനമായി എത്ര ചോദിച്ചാലും കൊടുക്കാൻ തയ്യാറുള്ള വനിതയാണ്. അതേ പണത്തിന്റെ പളവളപ്പിലൂടെ സന്തോഷിച്ച മഹദിയാണ് ബീവി ഖദീജ. എത്ര ചോദിച്ചാലും അതേ മുത്തുനബിക്ക് കൊടുക്കാൻ തയ്യാറാണ്. ബീവി ഖദീജയുടെ ഉപ്പയാണ് ഖുവൈലിദ്, ബീവി ഖദീജയുടെ ഉമ്മയാണ് ഫാത്തിമ. ആ ഫാത്തിമയും ഖുവൈലിദും ബീവി ഖദീജയെ അല്ലാഹുവിന്റെ റസൂലിലേക്ക് കൊടുക്കുമ്പോ, അല്ലാഹുവിന്റെ റസൂലിലേക്ക് ഏൽപ്പിക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, ലോകത്തിന്റെ നേതാവ് എന്ത് ചോദിച്ചാലും അവര് കൊടുക്കാൻ തയ്യാറാണ്. പക്ഷേ അല്ലാഹുവിന്റെ റസൂല് അവിടെ നിന്ന് ബീവി ഖദീജക്ക് കൊടുത്ത മഹർ എത്രയാണെന്നറിയോ? 20 ഒട്ടകമാണ്. 20 ഒട്ടകമാണ് അല്ലാഹുവിന്റെ റസൂല് ഖദീജ ഉമ്മക്ക് മഹർ കൊടുത്തത്. 20 ഒട്ടകമെന്ന് പറയുമ്പോ ലക്ഷക്കണക്കിന് വില
വിലമതിക്കുന്നതാണ്. പക്ഷേ അതിന്റെ പേരിൽ നിനക്ക് 20 ഒട്ടകമാണ് തന്നത്. അതിന്റെ അളവും തൂക്കവും നോക്കിയിട്ട് പൊന്നാഗ്രഹിക്കുന്ന ചെറുപ്പക്കാരാ, പൊന്നാഗ്രഹിക്കുന്ന ഉപ്പമാരെ, ഉമ്മമാരെ, അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചാൽ കൊടുക്കാൻ തയ്യാറുള്ള